ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴി കൊണ്ട് ജീരകക്കോഴിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു മൺചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ തന്നെ നമ്മൾ 3 പിടി ചുവന്നുള്ളി നടുകീറി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം 3 വലിയ സ്പൂൺ ചെറുജീരകം വറുത്ത് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വലിയ സ്പൂൺ 3 ഇട്ട് കൊടുക്കുക. അതിനുശേഷം വൃത്തിയായി കഴുകി വെട്ടിവെച്ച നാടൻ കോഴി ഇട്ട് കൊടുക്കുക. അത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കിയപ്പോൾ അത് തിളച്ച് ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് കാണും. നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി സെറ്റാക്കുക. ഇപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ജീരകക്കോഴി സെറ്റായിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. കുക്കറിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അതിനനുസരിച്ച് വേവ് അഡ്ജസ്റ്റ് ചെയ്യുക. മിനിമം 45 മിനിറ്റ് വെക്കണം. കോഴിയുടെ വേവിനനുസരിച്ച് നാടൻ കോഴി വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ്.
ഈ സമയത്ത് നമ്മൾ കണൽ മാത്രമാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ജീരകക്കോഴി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലോ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലോ ഒക്കെ കഴിക്കാം. ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.